ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്, കഥയാണ് എന്നൊക്കെ ഗണേശും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ സുദീപ്തോയുടെ ഇന്റർവ്യൂ ആ സമയത്ത് വന്നതാണല്ലോ. ആസ് പെർ ദ റീസെന്റ് ഇൻവെസ്റ്റിഗേഷൻ സിൻസ് 2009, നിയർലി 30,000 girls from Kerala and Mangalore from Hindu and Christian communities have been converted to Islam, and most of them end up landing in Syria, Afghanistan, other ISIS and Haqqani influential areas എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ, നടന്നിരിക്കുന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ കണക്കെന്നൊക്കെയാണ് ഈ അവതരിപ്പിക്കുന്നത്. സ്മൃതി, ഒരു ചെറിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്നത് വളരെ ശരിയാണ്. ബാൻ ചെയ്യുക എന്നുള്ള ഒരു നടപടിയൊക്കെ അത്ര പോസിറ്റീവാണോ എനിക്കറിയില്ല. പക്ഷേ താണ്ഡവ എന്ന വെബ് സീരീസും ഈ അടുത്ത് അന്നപൂർണി എന്ന വെബ് സീരീസും നെറ്റ്ഫ്ലിക്സിന് എടുത്ത് കളയാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹിന്ദു സംഘടനയുടെ ശ്രമങ്ങൾ പരസ്യം നമ്മുടെ മുമ്പിലുള്ളതല്ലേ. എത്ര നെറ്റ്ഫ്ലിക്സിലുള്ള എത്ര സീരീസുകൾ, അങ്ങനെ നെറ്റ്ഫ്ലിക്സ് പോലെ പുതിയ OTT ഈ വെബ് സീരീസുകൾക്കുള്ള സ്വാതന്ത്ര്യം, OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വാതന്ത്ര്യത്തെ തടയാൻ വേണ്ടി പുതിയ IT റൂൾസ് തന്നെ അമെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളൊന്നുമല്ല. അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം തെറ്റായ പ്രൊപ്പഗാൻഡ ചെയ്യുന്നതാണ് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കണം, അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷേ ഡോക്യുമെന്ററി വന്ന കാര്യം കൂടെ ഒന്ന് പറയണേ. അതെ, BBC ഡോക്യുമെന്ററി അത് തടഞ്ഞു. അപ്പോൾ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളൊന്നല്ല അവർ. തങ്ങൾക്ക് ഉചിതമായതെന്തോ. പക്ഷേ ഇവിടെ സ്മൃതി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് പേര് കാണും, അതുപോലെ തന്നെ കുറച്ച് ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് അന്വേഷിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നത് ചിലപ്പോൾ സാധാരണ മറ്റ് സംസ്ഥാനം കേരളം എന്തോ മികച്ച സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങൾ മോശമാണെന്നുള്ള പരാമർശമൊന്നും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതില്ല. കാര്യം ഞാൻ മറ്റ് സംസ്ഥാനം UP മറ്റ് സംസ്ഥാനം ഈക്വലിയും ബഹുമാനിക്കുന്നുണ്ട്. മലയാളികൾക്ക് തന്നെ ഒരു വലിയൊരു എക്സ്പ്രഷനിസ്റ്റ് ഒന്നും ഞാൻ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരുപക്ഷെ ഇത് ദൈനംദിന പത്രം വായിക്കാത്തവർ, മാധ്യമ വാർത്ത ശ്രദ്ധിക്കാത്തവർക്കൊക്കെ ചിലപ്പോൾ പക്ഷേ ഈ പ്രൊപ്പഗാൻഡ അവരിലാണല്ലോ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് മുഴുവൻ അത്ര രീതിയിൽ ബ്രെയിൻ വാഷിങ്ങിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് മാറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇത് പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ ഫോൾസ് ആൻഡ് ലൈസ് ആണ്, പോസ്റ്റ് ട്രൂത്ത് സിനിമകൾ. ഇത് മാത്രമല്ല, സീരീസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് JNUവിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് പേര് കൊടുത്തത്. അതായത് എങ്ങനെയാണ് JNU എന്നുള്ള സംഭവം, ഒരു കാലം JNU എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ നിന്നും പല ആശയങ്ങൾ, ബഹുസ്വരമായ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പുരോഗമന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റി അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഇവർക്ക് വരുതിയിലാവാത്ത, അല്ലെങ്കിൽ ഇവരുടെ കഥയ്ക്കുള്ളിൽ നിൽക്കാത്ത, വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വിമതമായി ചിന്തിക്കുന്ന സംസ്കാരങ്ങളെയും സ്ഥാപനങ്ങളെയൊക്കെ രീതിയിൽ ആഖ്യാനപ്പെടുത്തിക്കൊണ്ട് മോശപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കാര്യമാണ്. അത് പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുമായിരിക്കാം, പക്ഷേ പറിച്ച് എത്രയോ സിനിമകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വസ്തുത അടിസ്ഥാനപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് ലൗഹിജാതം ഡിബേറ്റ് ചെയ്യുന്ന അർത്ഥമില്ല. കാര്യം ഗണേശ് ഒരു പക്ഷേ തൻ്റെ വൈദഗ്ധ്യം ഉപയോഗിക്കുന്നത് ഈ ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാണ്. കാര്യം കേരളവും രാജ്യവും തിരസ്കരിച്ചൊരു തേഞ്ഞു മാഞ്ഞു പോയൊരു ചർച്ചയാണ്. ഇന്ന് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. BJP ഇലക്ഷൻ ക്യാമ്പയിനിൽ എന്താണ് ഉപയോഗിക്കേണ്ടതല്ലേ, ഒരു കാലത്ത് ഉപയോഗിക്കേണ്ടത്. ഗണേശ് തന്റെ വൈദ്യത്തോട് ഉപയോഗിക്കുന്നത് ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും. നന്നായി, അദ്ദേഹത്തിന് സാറ് നിമിഷ ഫാത്തിമ എങ്ങനെയാ IS-ലേക്ക് പോയത്? ഒരു നിമിഷ ഫാത്തിമ അതെ ചോദിച്ചു പറയട്ടെ, ഒന്ന് പറയട്ടെ, കേൾക്കാം. നിങ്ങൾ നിമിഷ ഫാത്തിമയെ ബന്ധപ്പെട്ട പബ്ലിക് ഡൊമൈനിൽ ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ നിമിഷ ഫാത്തിമയിൽ മാത്രമല്ലോ നിങ്ങൾ നിന്ന് ഹാദിയിലേക്ക് പോയി, കോടതിയിൽ വലിച്ചു കളിക്കറിഞ്ഞു. സുപ്രീം കോടതി ചവിറ്റുകൂട്ടേക്ക് വലിച്ചു കളഞ്ഞു. എത്ര ക്യാമ്പയിൻ ഉണ്ടാക്കി ഹാദിയെ കുറിച്ചിട്ടുള്ള ക്യാമ്പയിൻ. അപ്പോൾ പറയൂ. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് നിമിഷ ഫാത്തിമയോട് ചോദിക്കേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് പറയരുത് പ്ലീസ്. അല്ല, അത് ഗണേഷ് അങ്ങനെയൊന്നും ആരും പറയില്ല. ഇവിടെ ആരും ന്യായീകരിക്കാനോ അതിനെക്കുറിച്ച് അല്ല, അതൊന്നും ആരും നിൽക്കുന്നില്ലല്ലോ ഇതിനെക്കുറിച്ച്. നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ല ഗണേഷ്, പ്രശ്നം നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഉണ്ടാക്കുന്ന ഒരു അജണ്ടയുണ്ടല്ലോ, ആ അജണ്ടക്കെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ എന്താ പറയാ ചെറുതാക്കി 1-2 പിണറായി വിജയൻ പറയുന്ന പോലെ പറയരുത്. ഇതേ കേരളത്തിൽ തന്നെയാ മാറാടുണ്ടായത്, കൈവെട്ടിയത്. ഇതേ കേരളത്തിൽ തന്നെയാ പാലാ ബിഷപ്പിന്റെ വീട്ടിലെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതൊന്നും കേരളത്തിലാണ്, കേരളത്തിന് പുറത്തല്ല. ഗണേഷ്, അങ്ങനെയാണ് ഇന്ത്യ കണ്ട എത്രയോ
അല്ല, ഇന്ത്യയെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യ കണ്ട കേരളത്തെ വലിയ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. വംശഹത്യകൾ. ചർച്ച ചെയ്യാം അല്ല, സാർ. ഇത് 1921 കലാപം നടന്നത് കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു ഇല്ലായ്മ ചെയ്തത് ഈ കേരളത്തിലാണ്. നമ്മൾ ഇന്ത്യയിലായിരിക്കും. ഈ കേരളത്തിലാണ് ഈ കുമാരനാശൻ കവിത എഴുതിയത്. ഈ കേരളത്തെ കുറിച്ചാണ് സാർ, ഈ കേരളത്തെ കുറിച്ചാണ്. നിങ്ങൾ ഇതൊന്നും മറച്ചു പിടിച്ചിട്ട് മുന്നോട്ട് പോവാമെന്ന് എല്ലാ കാലത്തും വിചാരിക്കരുത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ആളുകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അവരുടേതായ പ്രൊപ്പഗണ്ട കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് പ്രചരണം നടത്തും. അതില്ല എന്ന് ഭാഗ്യവശാൽ കേരളം മുന്നോട്ട് പോയി. കേരളം മുന്നോട്ട് പോയി. കേരളം വളരെ മുന്നോട്ട് പോയി. നിങ്ങൾ തിരസ്കരിച്ചു. ഈ ആശയങ്ങൾ തിരസ്കരിച്ചു. ഈ അജണ്ടകളെ തിരസ്കരിച്ചു. അതല്ലേ യാഥാർത്ഥ്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് OTT പ്ലാറ്റ്ഫോമിൽ അനുവദിക്കാത്തത്? അതും കൂടെ ഒന്ന് പറയൂ, സമയമില്ല. എന്തിനാ സ്മൃതി OTT പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്? ആ ജോസഫ് മാഷിന്റെ കൈ നോക്കിയാൽ പോരെ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോ OTT പ്ലാറ്റ്ഫോമിലേക്ക് എന്തിനു പോകണം നമ്മള്? അല്ല, ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ച് കേരളത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ജോസഫ് മാഷിന്റെ കൈവെട്ടിയെ കുറിച്ച് കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അല്ല, അത് കൈവെട്ടിയതൊക്കെ വസ്തു തന്നെയാണ്. അതിന് പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? കേരള പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? അതിന്റെ പ്രതികരിച്ചതാണ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കാൻ. അനു പെട്ടെന്ന് പറഞ്ഞോളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരായ ഗണേശ് ഒന്ന് കേൾക്കൂ. ഈ കേരളത്തിൽ ഈ അഭിമന്യുവിന്റെ ഒറ്റ മിനിറ്റ് അല്ലല്ല, ഒറ്റ മിനിറ്റ് ഇല്ല. ഇനി ഗണേശ് കുറെ പറഞ്ഞു. ഇനി അനു പറയട്ടെ. പ്രൊപ്പഗൻഡയാണ് ഒച്ച. അതെ, അനു പറയട്ടെ. ഒരു മിനിറ്റ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് പറഞ്ഞാൽ മതി. ജോസഫ് മാഷിന്റെ കൈ പോയ പോലെ സാറിന് പേടിയുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. സാറിന് എന്ത് വേണമെങ്കിലും വിമർശിക്കാം. താങ്കൾക്ക് 32,000 3ആയി ചുരുങ്ങിയതിനെ കുറിച്ച് പറയാനില്ല. 32,000 3ആയി ചുരുങ്ങിയതിനെ കുറിച്ച് പറയാനില്ല. ഹാദിയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയാനില്ല. ശരി, ഒന്ന് അനൂപ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്ലീസ്. ഗണേശ്, 32,000 എന്ന പെരുപ്പിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ് ഈ സിനിമ നിരോധിക്കാത്തതെന്നാണ് LDFന്റെ പ്രതിനിധി പറയുന്നത്. ശരി, ഇത് ഏത് LDF സർക്കാർ മാവോയിസ്റ്റ് പുസ്തകം കൈവശം വെച്ചു എന്ന് പറഞ്ഞ് അലൈൻ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്ത ആളുകളാണ് ഇപ്പോൾ സിനിമ നിരോധിക്കാത്തതിന്റെ കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത്. ആ ഇരട്ടത്താപ്പും ഇതോടൊപ്പം സംഘപരിവാർ വാദങ്ങളുടെ വ്യർത്ഥതയ്ക്കൊപ്പം ശരി, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. സിനിമ എന്തായാലും ഇപ്പോൾ ദൂരദർശനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെ ഈ കള്ളക്കഥ വിശ്വസിക്കുന്നു നമുക്കറിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.